സ്വാഗതം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ 7 അപ്ഡേറ്റ്സാണ് ഇന്ന് അറിയിക്കാനുള്ളത്. റാങ്ക് ലിസ്റ്റ് 2, ഷോർട്ട് ലിസ്റ്റ് 4 ഉൾപ്പെടെ 6 ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നിൽ നോട്ടിഫിക്കേഷൻ അറിയിപ്പ് 1. ആദ്യം റാങ്ക് ലിസ്റ്റ്. കേരള സിറാമിക്സ് ലിമിറ്റഡിലേക്ക് ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ്, മീഡിയം ഹെവി പാസഞ്ചർ ഗുഡ്സ് വെഹിക്കിൾ, കാറ്റഗറി നമ്പർ 189/2022. അടുത്ത ഷോർട്ട് ലിസ്റ്റ് തിരുവനന്തപുരം ജില്ലയിലേക്ക് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കുക്ക്, ഫസ്റ്റ് NCA SIUC നാടാർ വിഭാഗക്കാർക്കായി, കാറ്റഗറി നമ്പർ 717/2021. അടുത്തതൊരു ഇറാറ്റം നോട്ടിഫിക്കേഷനാണ്, നിൽ നോട്ടിഫിക്കേഷൻ. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വയനാട് ജില്ലയിലേക്ക് പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ അറബിക് NCA SC വിഭാഗക്കാർക്കായി. വിജ്ഞാപനം. വയനാട് ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ അറബിക് 12th NCA SC വിഭാഗക്കാർക്കായി, കാറ്റഗറി നമ്പർ 564/2023 എന്ന തസ്തികയിലേക്ക് 15/12/2023 12ാം NCA വിജ്ഞാപന പ്രകാരം യോഗ്യരായ അപേക്ഷകരെ ലഭിച്ചിട്ടില്ല എന്ന വിവരം ഇതിനാൽ വിജ്ഞാപനം ചെയ്യുന്നു. അടുത്തതൊരു ഷോർട്ട് ലിസ്റ്റാണ്. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ലിമിറ്റഡിലേക്ക് അഗ്രികൾച്ചറൽ ഓഫീസർ പാർട്ട് ഫസ്റ്റ് ജനറൽ കാറ്റഗറി, കാറ്റഗറി നമ്പർ 36/2023. പ്രസ്തുത ഷോർട്ട് ലിസ്റ്റിലെ കട്ട് ഓഫ് മാർക്ക് 51 ലിസ്റ്റിലാകെ 251 പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. 121 പേർ മെയിൻ ലിസ്റ്റിലാണ്. അടുത്ത ഷോർട്ട് ലിസ്റ്റ് കോട്ടയം ജില്ലയിലേക്ക് ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2, സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫോർ ST ഓൺലി, കാറ്റഗറി നമ്പർ 103/2023. അടുത്തതൊരു റാങ്ക് ലിസ്റ്റാണ്. കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിലേക്ക് ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 ഇലക്ട്രിക്കൽ, കാറ്റഗറി നമ്പർ 157/2022. അടുത്ത ഷോർട്ട് ലിസ്റ്റ് കണ്ണൂർ ജില്ലയിലേക്ക് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ, കാറ്റഗറി നമ്പർ 766/2021. പ്രസ്തുത ഷോർട്ട് ലിസ്റ്റിലെ കട്ട് ഓഫ് മാർക്ക് 57 ലിസ്റ്റിലാകെ 57 പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. 11 പേർ മെയിൻ ലിസ്റ്റിലാണ്. അടുത്തതായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഇന്ന് അഡ്വൈസ് ചെയ്ത തസ്തികയും ഡിപ്പാർട്ട്മെൻറ്റും ഒന്ന് പരിചയപ്പെടാം. കൊല്ലം ജില്ലയിലേക്ക് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്, കാറ്റഗറി നമ്പർ 368/2021. കാസർഗോഡ് ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഹൈസ്കൂൾ ടീച്ചർ നാച്ചുറൽ സയൻസ് മലയാളം മീഡിയം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഹെഡ് ഓഫീസിൽ നിന്നും വേരിയസ് ഗവൺമെൻറ് ഓൺഡ് കമ്പനീസ്, കോർപ്പറേഷൻസ്, ബോർഡ്സ് എന്നിവിടങ്ങളിലേക്ക് അക്കൗണ്ടൻറ്റ്, ജൂനിയർ അക്കൗണ്ടൻറ്റ്, അക്കൗണ്ട്സ് അസിസ്റ്റൻറ്റ്, അക്കൗണ്ട്സ് ക്ലർക്ക്, അസിസ്റ്റൻറ്റ് മാനേജർ, അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2, കാറ്റഗറി നമ്പർ 610/2021. കാസർഗോഡ് ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലാസ്റ്റ് ഗ്രേഡ് സർവൻസ്. എറണാകുളം ജില്ലയിലേക്ക് ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ഗ്രേഡ് 2 NCA മുസ്ലിം വിഭാഗക്കാർക്കായി. ഹെഡ് ഓഫീസിൽ നിന്നും കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിലേക്ക് ടെക്നീഷ്യൻ ഗ്രേഡ് 2 ഇലക്ട്രീഷ്യൻ. കാസർഗോഡ് ജില്ലയിലേക്ക് ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് 2. കണ്ണൂർ ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഹൈസ്കൂൾ ടീച്ചർ മാത്തമാറ്റിക്സ്. ഹെഡ് ഓഫീസിൽ നിന്നും കൊളീജിയറ്റ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ സാൻസ്ക്രിറ്റ്. ഹെഡ് ഓഫീസിൽ നിന്നും PWD ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫസ്റ്റ് ഗ്രേഡ് ഡ്രാഫ്റ്റ്സ്മാൻ, ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ സിവിൽ. ഹെഡ് ഓഫീസിൽ നിന്നും ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ്, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നിവിടങ്ങളിലേക്ക് അസിസ്റ്റൻറ്റ് ഓഡിറ്റർ. തിരുവനന്തപുരം ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പാർട്ട് ടൈം ഹൈസ്കൂൾ അസിസ്റ്റൻറ്റ് അറബിക്. കൊല്ലം ജില്ലയിലേക്ക് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2, സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2. ഹെഡ് ഓഫീസിൽ നിന്ന് ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസിസ്റ്റൻറ്റ് സർജൻ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ. ഹെഡ് ഓഫീസിൽ നിന്ന് യൂണിവേഴ്സിറ്റീസ് ഇൻ കേരളയിലേക്ക് ഇലക്ട്രീഷ്യൻ. ഹെഡ് ഓഫീസിൽ നിന്നും കേരള ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ പൊളിറ്റിക്കൽ സയൻസ് സീനിയർ. ഹെഡ് ഓഫീസിൽ നിന്നും കേരള ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ തമിഴ് ജൂനിയർ.
ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. നമസ്കാരം.